എല്ലാവർക്കും നമസ്തേ. ഇന്ന് വൈഷ്ണവ സുദർശനത്തിൽ കുചേലോപാഖ്യാനം പാരായണമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ ഒരു പാരായണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കുചേലോപാഖ്യാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഥയറിയാം. ഭഗവാൻ സുദാമാവിനെ അനുഗ്രഹിച്ച, സുദാമാവിൻ്റെ ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും എല്ലാം നീക്കി എല്ലാവിധ അഭിവൃദ്ധിയും സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും സുദാമാവിന് പ്രദാനം ചെയ്തതാണ് ഭഗവാൻ. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട ഒരു പാരായണ ഭാഗമാണ് കുചേല ഉപാഖ്യാനം എന്നുള്ള ആ ഒരു പാരായണ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞാൽ, ഇത് പൂർണ്ണമായി കേട്ടുകഴിഞ്ഞാൽ, ഈ പാരായണം പൂർണ്ണമായി കേട്ടുകഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലും ഭഗവാൻ പ്രസാദിക്കും. കാരണം ഈ കുചേല ഉപാഖ്യാനം കേട്ടുകഴിഞ്ഞാൽ ആരുടെ ഉള്ളിലും ഒരു ഭക്തി ഉണ്ടാവും. ആ ഭക്തി ഉണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് അവതരിക്കുന്നതിനാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഭഗവാൻ സംരക്ഷിച്ചു കൊള്ളും. അപ്പോൾ ഇത് പൂർണ്ണമായി കേൾക്കുന്ന ഈ പാരായണം പൂർണ്ണമായി കേൾക്കാനായിട്ട് കൂടി വന്നാൽ ഒരു അരമണിക്കൂറേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അരമണിക്കൂർ ക്ഷമയോടുകൂടി ഭഗവാന്റെ ഈ ഒരു പാരായണം കേട്ടുകഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും മഹാലക്ഷ്മി കടാക്ഷവും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വളരെ ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഭഗവത് ഉപാസനയോടുകൂടി ഭഗവാന്റെ രൂപവും ഈ പാരായണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കഥാഭാഗം മനസ്സിൽ കൊണ്ടുവരിക. സുദാമാവ് എൻ്റെ വീട്ടിലുള്ള അവസ്ഥകളും ആ സുദാമാവിൻ്റെ പത്നി ആയിട്ടുള്ള സുമംഗലാദേവി സുദാമാവിനോട് പറയുന്നതും, ഭഗവാനെ പോയി ഒന്ന് കാണൂ എന്നൊക്കെ പറയുന്നതും, അതുപോലെ തന്നെ സുദാമാവ് ഭഗവാനെ തേടി ആ മന്ദിരത്തിൽ ദ്വാരകയിൽ എത്തിച്ചേരുന്നതും, ഭഗവാൻ ഓടി വന്ന് ആ സുദാമാവിനെ കെട്ടിപ്പുണരുന്നതും, കൂട്ടിക്കൊണ്ടു പോകുന്നതും, ആ ഭഗവാന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്നതും ഒക്കെ ഒന്ന് സ്വപ്നം കാണുക, ഒന്ന് ഹൃദയത്തിൽ ഒന്ന് കാണുക. ഭഗവാൻ ആ വിശിഷ്ടനായിട്ടുള്ള ആ ബ്രാഹ്മണന്റെ പാദപൂജ ചെയ്യുന്നതും, പാദം കഴുകുന്നതും, ആ പാദം കഴുകിയ തീർത്ഥം സ്വന്തം തലയിൽ തളിക്കുന്നതും, മറ്റുള്ളവർക്കായിട്ട് അതെല്ലാം കൊടുക്കുന്നതും ഒക്കെ ഒന്ന് സങ്കല്പിക്കുക. തിരിച്ച് സുദാമാവിനെ യാത്രയാക്കുന്നതും, അദ്ദേഹം തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി പല പല ചിന്തകൾ ചെയ്യുന്നതും, അതുപോലെ തന്നെ വീട്ടിൽ വരുമ്പോൾ മണിമാളികകൾ, സൗധങ്ങൾ, രത്നങ്ങളും പൊന്നും തങ്കവും പവിഴവും മുത്തും എല്ലാം നിറഞ്ഞിട്ടുള്ള മണി സൗധങ്ങൾ ഭഗവാൻ നൽകി അനുഗ്രഹിച്ചതും, സർവ സമ്പത്തും സുദാമാവിന് കൊടുത്തതും ഒക്കെ ഈ പാരായണത്തിലൂടെ ഹൃദയത്തിലൊന്ന് കാണുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതവും രക്ഷപ്പെടും. ഭഗവാൻ നിങ്ങളുടെ വീട്ടിലും അവതരിക്കും. നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവും. ഈ പാരായണം പൂർത്തീകരിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു 30-35 മിനിറ്റ് നമ്മുടെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്തേ. പാരായണം ആരംഭിക്കുകയാണ്. കുചേലോപാഖ്യാനം. ഇത്തം നൃപോക്തികൾ കേട്ടു മുനീന്ദ്രനും ചിത്തത്തിൽ നാരായണനെ സ്മരിച്ചത ചൊല്ലിനാൻ. മാധവ തുല്യനായ എത്രയും നല്ലൊരു ഭൂസുരനായ കുചേലനും നിത്യം യമനിയമാദി സമസ്തവും ഭക്ത്യാ പ്രവർത്തിച്ചു കൃത്യം പിഴയാതെ നിർമ്മലനാകും കുചേലനു മാനസേ വന്നിരിക്കുന്നിതിഹ പരം വൈരാഗ്യോ. ഇങ്ങനെയുള്ളവർ നിത്യകർമ്മങ്ങളും മംഗളഭക്ത്യാ പരങ്കൽ സമർപ്പിച്ചു ചെയ്തു പോരുന്ന നാൾ അങ്ങവൻ ഭാര്യയും ചേതസി പാരം ദരിദ്രത വായിക്കയാ നിർധനനാകും പതിയോട് ചൊല്ലിനാൾ. പൃഥ്വീസുരോത്തമ സർവൈക സമ്മതാം സദ്ഗുണമൂർത്തേ സർവജ്ഞ മമ കാന്ത. നിർമ്മലയാം എൻ്റെ വാക്കുകൾ കേൾക്കണം. പിത്തവും ധ്യാവേന
വിത്തവും ധ്യാനവും ബന്ധുക്കളും ബഹോ വിത്തവാന്മാരായി നമുക്കിൽ ഒരുത്തരും ആകയാൽ ത്വൽ പുത്രർ അന്നാശനമില്ലാകയാൽ ഞാനും തപിച്ചു മഹാമതേ. കൈകാലുടലും തളരുന്നിതേറ്റവും പൈകൊണ്ടോ നിൽപ്പാൻ അരുതനിക്കൊട്ടുമേ. പാരം വിശന്നു കരയും കിടാവിൻ്റെ പാരവശ്യം കണ്ടുരുകുന്നു മാനസം. നല്ല വസന കനകാഭരണങ്ങൾ എല്ലാമേ കാമിക്കുമല്ലോ തരുണിമാൻ. എന്നിവയൊന്നിലും ഇല്ലെനിക്കാഗ്രഹം. അന്നം ഒരിക്കലും ഒരു നിലമാമതേ. ത്വൽകൃപയുണ്ടെങ്കിലൊക്കെയും സാധിക്കും. ഉൾക്കാമ്പിലോർത്താൽ അതിനില്ല സംശയം. ദുഷ്ടവിനാശന നിഷ്ഠബലപ്രദൻ വിഷ്ടവാധീശൻ ഭജനീയ കാമദൻ ചന്ദാമരാക്ഷൻ അസുരാരി തപതാപഹ. ചിന്തിക്ക സബ്രഹ്മചാരി ലക്ഷ്മീപതി പുഷ്ടകീർത്തിയ നിജ ദ്വാരകാമന്തിരേ. ദുഷ്ടവിനാശനൻ വാഴുന്നതില്ലയോ സന്തതം തന്നുടെ ഭക്തജനത്തിനു ചിന്തിക്കിൽ ആത്മാവ് പോലും കൊടുത്തിടോ. ചെന്താമരാക്ഷന്റെ പാദസരോജത്തെ സന്തതം ചിന്തിച്ചു വാഴും ഭവാനിക. ചിന്തിക്കിൽ ഇഷ്ടസഖനതോ മാധവൻ അന്തണേത്രൻ ഭവാനെന്ത സാധ്യം ഭുവി. ഇന്നു ഭവാൻ ചെന്നു മാധവം കാണുകിൽ ഇന്നു നമുക്കു ദാരിദ്ര്യവും തീർന്നിടുമോ. ഏവം ഗൃഹിണിതൻ വാക്കു കേട്ട നേരം ദൈവഗതിയോർത്തോ ചൊല്ലിനാൻ വിപ്രനു. വിപ്രകുലോത്തമേ, നീ ചൊന്ന വാക്കുകൾ സുപ്രിയം ഒക്കെയും യോഗ്യമതു ദൃഢമോ. അർത്ഥത്തിൽ ആഗ്രഹം ഇല്ല എനിക്കെങ്കിലോ വ്യർത്ഥമാക്കിടാതെ നിന്നുടെ വാക്കിനു വേണ്ടി ഞാൻ നാളികലോചനൻ നന്ദികേ രണ്ടില്ല പോയി വീണ്ടും വന്നിടുവാനിക പാരം സുഹൃത്താം അഖില ജഗൽപതി. നാരായണം ചെന്നു കാണുന്ന നേരത്തോ വല്ലതെന്നാലും പുരാ ബന്ധുവാത്സല്യം ഉല്ലസിപ്പാൻ ഒന്നു കാഴ്ച വയ്ക്കേണ്ടയോ. ആയതിൻ നിന്നു നീ പ്രാഭൃതം നൽകുകിൽ ആയതുകൊണ്ടു ഞാൻ കല്യാണി പോകുവാൻ. യുദ്ധം രമണന്റെ വാക്കു കേട്ട നേരം സത്വരം 4 ഗൃഹേ ചെന്നു യാചിച്ചു പത്നിയും. അപ്പോഴേ 4 ഗൃഹസ്ഥരും പത്നിക്കു 4 പിടി നെല്ലവൽ നൽകിനാൻ. അപ്പോൾ അതുമൊരു ഭിന്നവസനത്തിൽ ഉൽപ്പലാക്ഷി പത്നി കെട്ടിക്കിഴിയാക്കി ചിത്തമോദേന
മുകുന്ദനു നൽകുവാൻ ഭർത്താവു തന്നെ കയ്യിൽ നൽകിടിനാൾ. സത്വരം ആയത്തും കൈക്കൊണ്ടോ വിപ്രനും ചിത്തമോദേന പോകും ഇതോ ചിന്തിച്ചാൻ. ചെന്താമരാക്ഷന്റെ ദർശനമിന്നുമേ ചിന്തിക്കിലിങ്ങു സാധിക്കും അസംശയോ എന്നിവ ചിന്തിച്ചു മോദിച്ചു ചെന്നു കുചേലനും മാധവമന്ദിരം സ്വർണമയം മനോബോധമാനന്ദേന കണ്ടങ്ങനെ ചെന്നു കടന്നിതോ ഗോപുരം പിന്നെയോ ഉന്നത വാരണപ്പന്തി പത്തിഗൃഹം നല്ല മതിലുകൾ നല്ല ദ്വാരങ്ങളോ നല്ലാർമണികൾ ഗൃഹങ്ങൾ പല കണ്ടോ ചെന്നു കുചേലനൊരു ഗൃഹം പുക്കിത്തോ മന്ദിരം അങ്ങതു രുക്മിണി തന്നുടേ. അപ്പോൾ മുകുന്ദനും വിപ്രവര്യൻ തന്നെ ഉൾപ്രേമമോടു കണ്ടേറ്റോ സസംഭ്രമം ഏകേന ചെന്നു പ്രിയസഖൻ തന്നെയും ആഗമാന്താർത്ഥൻ പുണർന്നു വഴി പോലെ പാണിയും കൈക്കൊണ്ടു നിന്നു മുകുന്ദനോ പ്രാണപ്രിയ സഖസംഗേന രോമാഞ്ചാൽ പ്രാണിപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചു നിന്നിതപ്പോൾ വിപ്രവര്യനും മാധവസംഗേന ശുദ്ധനായി മോദിച്ചു നിന്നിതോ. പിന്നെ മുകുന്ദനോ വിപ്രേന്ദ്രപാദങ്ങൾ നന്നായി കഴുകിയ തീർത്ഥം ശിരസിങ്കൽ സർവപാപാപനായ ജനാർദ്ദനൻ നിർവാണതൻ ധരിച്ചിടിനാൻ പിന്നെയോ. ആരണേത്രന്റെ കരം പിടിച്ചൻ പോടോ ചാരുതരമായ തന്നുടെ മെത്തമേൽ നന്നായിരുത്തി സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു ദിവ്യാങ്കരാഗവോ. പിന്നെ വിരവോടു പൂജിച്ചോ മാധവൻ അന്നേരമത്ര വൈദർഭി മുതലായ നാരിമാരാലവട്ടങ്ങൾ വീടിനാൻ. വിപ്രപ്രവരൻ ഇവൻ അതിനിസ്ത്രപൻ അതിനിസ്ത്രപൻ എത്രയും മാലിന്യശാലി കറുത്തവൻ അംഗം മെലിഞ്ഞു മലിനാംബരനിവൻ തന്നിൽ അഖിലേശനു ബഹുവാത്സല്യം ഇന്നു വരുവതിൻ എന്തോരു കാരണമോ നന്നെത്രയും ഓർത്താൽ വിചിത്രമാ ഓർത്താൽ അഖില ഗുണമന്ദിരൻ വിപ്രൻ ആർത്തി വിനാശനൻ തന്നുടെ കാരുണ്യവും പേർത്തുമിവങ്കൽ വസിക്കുന്നതു മൂലമോ എത്രയും ഭാഗ്യവാന്മാരിൽ അഗ്രേസരൻ. ഇത്തരം നാരികൾ മന്ദം പറയുമ്പോൾ ഉത്തമ വിപ്രന്റെ പാണി പിടിച്ചിട്ടും
മല്ലാരിതാനും കുശലം വിചാരിച്ചു. നല്ലൊരു കൂറോട് പിന്നെയും ചോദിച്ചു. എത്രയും ബുദ്ധിമാൻ ഉത്തമ ഭൂസുര സത്തമനാം മേ സഖാവാം ഭവാനിക. ഇഷ്ടാനുരൂപയായിടുന്ന പത്നിയെ ഇഷ്ടികാര്യാർത്ഥമായി വേട്ടിത്തോ ചൊൽക്കെടോ. നിഷ്കാമകർമ്മങ്ങൾ ചെയ്തു വാഴുന്നിതോ നിഷ്കൽമഷനാം സഖേ. തവ മാനസേ ഭാര്യ സുതധന സംസാരമെന്നതിൽ കാര്യമോഹം ഭവാനില്ലെന്നു മുന്നമേ ഞാൻ അറിഞ്ഞത്രേ ഇരിക്കുന്നതെങ്കിലോ. ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോന്നോ ലോകോപകാരമായി ചെയ്യുകയും വേണമേ. ബ്രഹ്മചര്യം പൂണ്ടോ നാം ഗുരുപത്തനെ ബ്രഹ്മ സൗഖ്യത്തോട് തുല്യം വസിച്ച നാൾ. തമ്മിൽ കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെയും നിർമ്മല നിന്നുള്ളിലുണ്ടോ മറന്നിത്തോ. സദ്ഗുരു പത്നിതൻ വാക്കിനാൽ നാം ചെന്നു സത്വരം കാടകം പൊക്കോ വിറകേനായി. അപ്പോൾ നിശീതിനി കാലവോ വർഷവും കൽപ്പാടു വന്നു വനാന്തരെ പെട്ടു നാം. വന്നു നിശീതിനി കാറ്റും മഴയുമായി നിന്നു. കുളിരും പൊറുത്തും വലഞ്ഞേറ്റോ പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ടു. ഭിന്നമായി ധൈര്യവും വിട്ടുറങ്ങിടാതെ. അപ്പോൾ വനചരജാതികളാൽ നമുക്കുൽപ്പന്നമായ ഭയത്തെ മറന്നിതോ. പിന്നെ പുലർന്ന സമയം ഗുരുവരൻ തന്നുടെ കാരുണ്യമോടും നമ്മെ തിരഞ്ഞെത്തിപ്പിടിച്ചു. പുണർന്നതും ഓർത്തു കാണുന്നു. ഗുരുവരുൾ ചെയ്തു നിങ്ങൾക്കിന്നു വന്നോ സമസ്ത ഗുണങ്ങളെന്നുള്ളതും നാനാ ഗുണകീർത്തി വിദ്യ സമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നതും. നാനാ ഗുണകീർത്തി വിദ്യ സമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നതും. ഇത്തരം മോദേന സദ്ഗുരു നമ്മോടും എത്രയും ഏറ്റവും ആശിസു നൽകിലയോ. ഇന്നും ഓരോന്നു നാം അന്നു കളിച്ചതോ നന്നായി മറന്നിതോ തോന്നുന്നിതോ സഖേ. സദ്ഗുരു തന്നെ കാരുണ്യമുണ്ടെങ്കിൽ സദ്ഗുണമൊക്കെയും വന്നുകൂടും നൃണാം. സദ്ഗുരു തന്നെ കാരുണ്യമുണ്ടെങ്കിൽ സദ്ഗുണമൊക്കെയും വന്നുകൂടും നൃണാം. സദ്ഗുരു തന്നെ കാരുണ്യമുണ്ടെങ്കിൽ സദ്ഗുണമൊക്കെയും വന്നുകൂടും നൃണാം. ഇത്തരം മാധവവാക്യങ്ങൾ കേൾക്കയാൽ ഉത്തമ ഭൂസുരൻ മെല്ലവേ ചൊല്ലിനാൻ. നാനാ നിഗമസകല കലാവിദ്യ നാദബിന്ദുക്കൾ സമസ്താത്മകൻ ഭവാൻ. നാനാ
ചരാചര ലോകത്തിനൊക്കെയും സ്ഥാനമായി നിൽക്കും പരമഗുരു ഭവാൻ. സാന്ദീപനീകൃകേ വിദ്യ പഠിപ്പതിനൊന്നിച്ചോ വന്നതും അത്ഭുതമെത്രയും. യുദ്ധം കുചേലൻ ജഗൽപതി തന്നോടും ഉത്തരം ചൊന്നതു കേട്ടു മോദത്തോടും അച്യുതൻ വിപ്രേന്ദ്രനോടിതം ചൊല്ലിനാൻ. നിശ്ചല സദ്ഗുണവാരിതേ നീയിക പോരുന്ന നേരം നമുക്കു നൽകിടുവാൻ. ചാരുവാം പ്രാഭൃതം കൊണ്ടിങ്ങു പോന്നിതോ ആയതു നൽകുക നീയിപ്പോഴേ. ആയതു മൂലമേറ്റം ഗുണമായി വരും മദ്ഭക്തരായവർ നൽകുന്നതൊക്കെയും. അപ്പോഴേ ഞാൻ ഭുജിച്ചിടും അറിയണം നല്ല ഫലം. ജലം നല്ല കുസുമങ്ങൾ നല്ല സദ്ഭക്തരായുള്ളവർ നൽകുകിൽ നല്ലവണ്ണം ഇഷ്ടരായി വരുമിങ്ങടോ. അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാതെ സത്വരം നൽകിലും മോദിക്കയില്ല ഞാൻ. ഇത്തരം വാക്കുകൾ കേട്ടോ വിപ്രൻ തഥാ ഉത്തമനാകും മുകുന്ദനു തന്നുടേ കക്ഷേ ഒളിച്ചു വെച്ചിടും. പൃഥുകത്തെ തൽക്ഷണം നാണിച്ചു നൽകാതിരുന്നിതു. അപ്പോൾ മുകുന്ദനും മാനസേ ചിന്തിച്ചു സൽപ്പുമാനാം ഇവനർത്ഥത്തിൻ എന്നെയും ചിത്തേ ഭജിച്ചതിൽ അർത്ഥത്തിനേതുമേ ചിത്തത്തിൽ ആശയിൽ ഇന്നിവനെങ്കിലോ തൽപഗ്നി തന്നുടേ വാക്കിനാൽ അർത്ഥത്തിനിപ്പോൾ ഇവിടെ വരിക കൊണ്ടിന്നു ഞാൻ. ദേവകൾക്കും ലഭിയാതെ ധനങ്ങളെ ദേവകൾക്കും ലഭിയാതെ ധനങ്ങളെ കേവലം ഭക്തവിപ്രനു നൽകിയിടുവാൻ. യുദ്ധം വിചാരിച്ചു മാധവൻ വിപ്രനോടുത്തമനാം നിൻ കിഴി എന്തിതിൽ എന്നും ചോദിച്ചു. ഭാണ്ഡം പിടിച്ച് അഴിക്കും വിധോ മോദിച്ചോ മാധവനങ്ങ് അവൾ കാൺകയാൽ നിർമ്മലമായുള്ളവൾ കണ്ടമൂലമായി നിർമ്മലമായ നിർമായമേറ്റവും തൃപ്തനായേനകമോ എന്നു പറഞ്ഞു ജഗന്മയനീശ്വരൻ തന്നുടെ കയ്യാൽ ഒരു മുഷ്ടി വാരി അങ്ങേറ്റമോ ആനന്ദേന തിന്നു പുനരതിൽ ഏറ്റവും നന്നായൊരു മുഷ്ടി വാരിട്ടു തെറ്റൊന്നു വായ്ക്കൊള്ളുവതിന്നു തുടർന്നപ്പോൾ തെറ്റെന്നു കാരുണ്യശാലി കമലാക്ഷി ഇന്ദിരയാകിയ രുക്മിണി മാധവൻ തന്നെ കൈ പിടിച്ചൻപോടു ലജ്ജയാ മന്ദാക്ഷമോടു പറഞ്ഞിതതു നേരം. ഇന്നു മതി വിപ്രോത്തമൻ നിന്നിക എന്നും സുരന്മാർക്കു പോലും അസാധ്യമായി മേവും ഐശ്വര്യം ഭവിച്ച് അവനിന്നിക ഈശാ നീ ഭക്ഷിച്ചതുകൊണ്ടു മോക്ഷവും വന്നിതേവന്നിതുപോൽ എന്നോതിനാൾ
പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ തന്നുടെ മെത്തമേലത്രേ ശയിപ്പിച്ചു. പാദ ശുശ്രൂഷയും ചെയ്തോ വന്ദിച്ചിത്തോ മോദേന സൽക്കഥ ചൊല്ലീരമിച്ചിതു. അങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം മംഗല വിപ്രന്നർഘ്യാതി കർമ്മം കഴിച്ചൻപോടു ലോകേശനോടു യാത്ര പറഞ്ഞ് ലോകേശനോടു യാത്ര പറഞ്ഞു. അമ്പരിൽ ഉത്തമ വിപ്രൻ നടന്നിതു പോകുന്ന മാർഗത്തിൽ ഓരോന്നു ചിന്തിച്ചു. ഏകനാഥന്റെ വൃത്താന്തമതിശയം അന്തളഭക്തിയും ഏറ്റം അത്യത്ഭുതം. ചെന്താമരാക്ഷൻ സുഭഗ സമ്മോഹനൻ ജ്ഞാനായതേറ്റം മലിനൻ തമോമയൻ ആനന്ദരൂപനെന്നെ പുണർന്നീടിനാൻ. ദേവാസുരാദി സകലരും ഐശ്വര്യം ആവോളമാർജിച്ചതോർത്തു കണ്ടിടുകിൽ കേവലമോ തൽപ്രസാദത്താലതത്രയും സേവിപ്പവർക്കു സകല സമ്പത്തുകൾ. കേവലം തൽപ്രസാദത്താലതത്രയും സേവിപ്പവർക്കോ സകല സമ്പത്തുകൾ. സേവാഫലപ്രദൻ മാധവൻ നൽകുന്നു സേവിപ്പവർക്കു സകല സമ്പത്തുകൾ. സേവാഫലപ്രദൻ മാധവൻ നൽകുന്നു. അർത്ഥത്തിനായിട്ടു വന്നു ഞാനായതോ അർത്ഥിക്ക് എന്നതും ഇല്ലാതെ പോന്നു ഞാൻ മദ്ഗൃഹേ. പത്നി കരുണയാലേ വരവാഗ്രഹിച്ചത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തു ഞാനവളോട് പറയുന്നു ചിന്തിക്കിൽ സർവജ്ഞനല്ലോ ജഗന്മയൻ. എന്തു നമുക്കു ധനമിങ്ങു നൽകാഞ്ഞു ചിത്തേ ധനമതാൽ ഇന്നു നമുക്കുള്ള കൃത്യവും ഭക്തിയും പോമെന്നു ചിന്തിച്ചോ നിത്യസ്വരൂപനിങ്ങർത്ഥം തരാഞ്ഞതും. ഇങ്ങനെ ഓരോന്നു ചിന്തിച്ചു വിപ്രനും ചെന്നിതു തന്നെ പത്തന സന്നിധം. അപ്പോൾ അനേകമണിഗൃഹജാലവും ശില്പമാളിക കൂട്ടവും കാണായി നല്ല രത്നങ്ങൾ വസനങ്ങൾ ഭൂഷണം എല്ലാം പരിപൂർണമായ പൂട്ടുഗൃഹവും ഏറ്റം കനകമയമാം മതിലുകൾ മുറ്റങ്ങൾ നല്ലൊരു ഭവനജാലങ്ങൾ ചിത്ര ധ്വജപതാകകൾ സുവർണമായി എത്രയും നല്ല പത്മങ്ങളോടൊത്തതേ നിർമ്മലമായ ജലസ്ഥലഭാപികൾ നിർമ്മല കൂപാതി മറ്റുമോരോ വിധം ദേവേന്ദ്ര മന്ദിരതുല്യം മണിമയോ ദേവകൾ പോലും വണങ്ങും പുരുഷരും അപ്സര സ്ത്രീകൾ നമിക്കുന്ന നാരിമാൻ അപ്പുരശോഭകൾ കണ്ടു വിപ്രോത്തമൻ പാരമ്പരിഭ്രമിച്ചങ്ങു നിൽക്കും വിധോ പാരാതെ പിന്നെയും കണ്ടിതു വിസ്മയം. നിർമ്മലമായ കനകമണികളാൽ നിർമ്മലഭൂഷണം കൊണ്ടുമൂടി മുത മക്കളും ദാസിമാർ തമ്മോട് ശോഭയാം മൈക്കണ്ണി മൗലിയാം പത്നി സുമംഗലാം മോദേന മന്ദാക്ഷമുൾക്കൊണ്ടു വന്ദിച്ചു. ഭൂസുരം ചെന്നെതിർത്തപ്പോൾ സവിസ്മയം ഒക്കെയും ഓർത്തു നിരൂപിച്ചു. വിപ്രനും ഇക്കളി മാധവമയം
ഇക്കളിമാധവമായ എന്നു ദൃഢം എല്ലാം ഹരിചരണങ്ങൾ ഗതി നമുക്കോ ഇല്ലൊരു സംശയം എന്നുറപ്പിച്ച് അധ ചെന്നു ഗൃഹം പൊക്കോ സൗഖ്യമായി വാണിതു നന്ദന ഭാര്യാദിയോടു വിപ്രോത്തമൻ ചിന്മയനായ മുകുന്ദനെ ചിന്തിച്ചു നന്നായി വസിച്ചാൻ അനുദിനം പിന്നെയും നിത്യസ്വരൂപനെ ചിന്തിച്ചു മുക്തിയും അന്ത്യകാലത്തിൽ ലഭിച്ചു നരോത്തമ സർവാത്മകൻ അഖിലൈക പരം ഉമാൻ സർവവും ഭക്തജനങ്ങൾക്കു നൽകുമേ എല്ലാ സുഖങ്ങളും നന്നായി കൊടുക്കുന്ന മല്ലാരി തന്നെ ഭജിപ്പിനെല്ലാവരും എല്ലാ സുഖങ്ങളും നന്നായി കൊടുക്കുന്ന മല്ലാരി തന്നെ ഭജിപ്പിനെല്ലാവരും സർവാത്മകൻ ചരിതമിതു നിത്യവും സർവജനങ്ങളും ചൊൽകിലും കേൾക്കിലും സർവധന സുഖം വേഗമുണ്ടായി വരും സർവാത്മകൻ കൃപ സാധിച്ചുകൊള്ളുവിൻ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.